അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ പാഠം 8 നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. പാഠം 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മുത്ത് നബി. നബീലിൻ്റെ ഉമ്മയും ഉപ്പയും ഉംറ ചെയ്തു തിരിച്ചു വന്നു. നബീലിൻ്റെ വീട്ടിൽ അന്ന് നല്ല തിരക്കായിരുന്നു. ബന്ധുക്കളെല്ലാം വീട്ടിൽ എത്തി. അവരോട് ബഹുമാനം കാണിച്ചു സലാം പറയുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. നബീൽ ചിന്തിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിൽ പോയിട്ടാണ് അവർ ഉംറ ചെയ്തത്. തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കുന്നു. അള്ളാഹു അവരെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. നാം തിരുനബിയെ നന്നായി സ്നേഹിക്കണം. നബിയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലും. നമുക്ക് സ്വലാത്ത് ചൊല്ലി നബിയോട് ഇഷ്ടം വെക്കാം. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തേത് ഉത്തരം ചോദിച്ചു കണ്ടെത്താം. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം, വഫാത്തായ സ്ഥലം. അപ്പോൾ അതിൻ്റെ ആൻസർ തിരുനബി ജനിച്ചത് മക്കയിലും വഫാത്തായത് മദീനയിലുമാണ്. ജനിച്ചത് മക്കയിലും വഫാത്തായത് മദീനയിലും. ഇനി ക്വസ്റ്റ്യൻ 2. തിരുനബിയുടെ പേര്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് നമുക്ക് ശീലിക്കാം. അതിൽ ഒന്നാമത്തത് ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലി അതിൻ്റെ എണ്ണം രേഖപ്പെടുത്തുക. 2. മക്കയുടെയും മദീനയുടെയും ചിത്രങ്ങൾ ശേഖരിച്ചു പുസ്തകത്തിൽ ഒട്ടിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തേതായി വരുന്ന വർക്ക് പൂരിപ്പിക്കാം. തിരുനബിയുടെ നാട്ടിൽ ചെന്ന് നാം ഡേഷ് നിർവഹിക്കുന്നു. അവിടെ വരേണ്ടത് ഉംറ. തിരുനബിയുടെ നാട്ടിൽ ചെന്ന് നാം ഉംറ നിർവഹിക്കുന്നു. നബിയെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും ഡേഷ്. നബിയെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. നബിയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ മേൽ ധാരാളം ഡേഷ് ചൊല്ലുന്നു. നബിയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നു. അടുത്ത വർക്ക് പകർത്തി എഴുതാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പകർത്തി എഴുതേണ്ടത്. ഇത്രയുമാണ് 2ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ പാഠം 8 വർക്കുകൾ.